അതേ ഇന്ന് നമുക്ക് ഓട്ടട ഉണ്ടാക്കാം. ഇലയുടെ അല്ല, ഓട്ടട. അതിനൊരു ഇച്ചിരി ഇല പറിച്ചെടുക്കും. ഇല പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇല കഴുകി വൃത്തിയാക്കണം. രണ്ടുപേരും ഉണ്ട്, ഓട്ടട തിന്നാൻ അവരും ആയിക്കോട്ടെ. ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഇത് അരിച്ചെടുക്കണം. അരിച്ചെടുത്തില്ലെങ്കിൽ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് ഇങ്ങനെ വറുത്ത് കൊണ്ടുവരുമ്പോൾ ഇതിനകത്ത് തരിയുണ്ട്. പച്ചരി പൊടിപ്പിച്ച് കഴുകി പൊടിപ്പിച്ചെടുത്ത് വറുത്ത് കൊണ്ടുവന്നത് ഇത്. ആ പൊടിയിട്ടാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളം ആ തിളപ്പോടെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നമ്മൾ അരിച്ച് ഇത് വെച്ചിട്ടില്ലേ, ഇടഞ്ഞു വെച്ചേക്കുന്ന ആ തരിമാവാണ്. ആ തരിമാവ് ആദ്യം ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിൻ്റെ ആ കട്ടയങ്ങ് മാറ്റണം. അല്ലെങ്കിൽ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുമ്പോൾ ഇത് വേവാതെ ഇങ്ങനെ കട്ട കെട്ടിക്കിടക്കും. എന്നിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ. അപ്പോൾ ഈ കട്ട ആദ്യമേ അങ്ങ് നല്ല ഉടഞ്ഞ് മാറി, കട്ട ഉടഞ്ഞ് മാറിയതിന് ശേഷം പിന്നെ നമ്മൾ അരിച്ച് മാറ്റിയതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. ഒരു തോതുണ്ട്, ഒരുപാടാകരുത്. നമുക്ക് കുഴച്ചെടുക്കത്തക്കോണമുള്ള പരുവത്തിന്. തിളച്ച വെള്ളമാകുമ്പോൾ അന്നേരം തന്നെ മാവ് വേവുന്നുണ്ട്, കണ്ടില്ലേ. ഇതിന് തേങ്ങ എടുക്കണം. ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര ഇടാം. ഇനി ഈ ശർക്കരയ്ക്കകത്തോട്ട് ഏലക്കായും ജീരകവും പൊടിച്ചതും ഇത് രണ്ടും കൂടി ഇടുക. ഇട്ടിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് പിടിപ്പിക്കും. മാവ് കുഴച്ച് ഈ പരുവത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചെറിയ ഉരുളയായിട്ട് എടുക്കണം. ഇത് ഇത്രയുള്ള ഉരുളകളാക്കി, ഒരു കൈ കൊള്ളുന്ന പോലുള്ള ഉരുളകളാക്കി ഇലയെടുത്ത് വെച്ചിട്ട് ഇലയ്ക്കകത്തോട്ട് എൻ്റെ കയ്യിലിരുന്ന ശർക്കരയും കൂടെ, കൈ കഴുകണ്ടല്ലോ എന്ന് വിചാരിച്ച് പരത്തിയത്. ശർക്കര ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് ഓരോന്നോരോന്നാക്കി വെക്കണം. ഇരുമ്പ് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മൾ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കും. ഇതുണ്ടല്ലോ, ഇത് വെച്ചിട്ട് ഇത് കറിച്ചട്ടിയാണ്. ഈ കറിച്ചട്ടി ഇതിൻ്റെ വെയിറ്റ് കിട്ടാനായിട്ട് ഇങ്ങനെ മേളിൽ ഇങ്ങനെ ഇച്ചിരി നേരം വെച്ച് കൊടുക്കുക. ഇതിനി ഇരുന്ന് ചെറിയ തീ വെച്ചാൽ മതി. കാരണം ഇരുമ്പ് ചീനിച്ചട്ടിയാണ്, ഇരുമ്പിന് നല്ല ചൂടാണ്, പെട്ടെന്നത് ഇല കരിഞ്ഞു പോകും. അന്നേരം ചെറിയ തീയിലിരുന്ന് കുറച്ച് സമയം. കണ്ടില്ലേ, മഴ, ചായ, ഓട്ടട, അമ്പസ്. ഇനി ഇത് മാറ്റിയിട്ട് ഇതൊന്ന് നോക്കാം. ഇതുപോലെ ഇത് തിരിച്ചിടണം. കണ്ടോ, 2-3 പ്രാവശ്യം ഇതുപോലെ തിരിച്ച് മറിച്ച് വിട്ട് വേവിച്ചെടുക്കണം. ചെറിയ തീ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. ഇതാണ് ഓട്ടട. കണ്ടോ, ഇതിൻ്റെ കൂടെ ചൂട് ചായ. ഓട്ടട ഒന്ന് തിന്ന് നോക്കണം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പണ്ട് ഉള്ളവർക്കൊക്കെ അറിയാം ഇതിൻ്റെ ടേസ്റ്റ്. കണ്ടോ, ഉണ്ട്. ഇത് നോക്കി, കണ്ടോ, ഇത് തിന്നാൻ എന്ത് ടേസ്റ്റാണെന്നറിയാവോ? ഞാനും തിന്നട്ടെ. സൂപ്പർ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ.